അശോക ചക്രത്തിന്റെ ലോഗോ ബി.ജെ.പി. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ധരിക്കുന്ന കുർത്തകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ അശോക ചക്രത്തിന്റെ പിന്നിലുള്ള രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം പറയുന്നു, രാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജീവൻ ത്യജിച്ച ക്യാപ്റ്റൻ ഹർഷനെ പോലെയുള്ള ധീര സൈനികരുടെയും സായുധ സേനയുടെയും ത്യാഗത്തോടുള്ള ആദരവായാണ് ഞാനിത് വസ്ത്രത്തിൽ അണിയുന്നത്. ആരാണ് ഹർഷൻ രാധാകൃഷ്ണൻ? രാജീവ് ചന്ദ്രശേഖർ എഴുതിയ കുറിപ്പ് വായിക്കാം. 4 തീവ്രവാദികൾക്കെതിരെ ഒരേ ഒരു പോരാളി, ക്യാപ്റ്റൻ ഹർഷൻ രാധാകൃഷ്ണൻ നായർ. സമാധാന കാലത്തെ പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്ര നേടിയ 4 മലയാളികളിൽ ഒരാളാണ് ക്യാപ്റ്റൻ ഹർഷൻ രാധാകൃഷ്ണൻ നായർ. ഞാനിടുന്ന ചില കുർത്തകളിൽ അശോക ചക്രത്തിന്റെ ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. രാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജീവൻ ത്യജിച്ച ക്യാപ്റ്റൻ ഹർഷനെ പോലെയുള്ള ധീര സൈനികരുടെയും സായുധ സേനയുടെയും ത്യാഗത്തോടുള്ള ആദരവായാണ് ഞാനിത് വസ്ത്രത്തിൽ അണിയുന്നത്. 2024 ഞാൻ ക്യാപ്റ്റൻ ഹർഷന്റെ തിരുവനന്തപുരത്തുള്ള വീട് സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ നേരിൽ കാണുകയും ചെയ്തിരുന്നു. രാജ്യസേവനം എന്നാൽ ധൈര്യവും കർത്തവ്യബോധവും ത്യാഗവുമാണ് എന്നാണ് സ്വന്തം ജീവിതത്തിലൂടെ ക്യാപ്റ്റൻ ഹർഷൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അദ്ദേഹത്തെ പോലെയുള്ള പോരാളികളുടെ ത്യാഗത്തിന്റെ ഫലമായാണ് ഓരോ മലയാളിക്കും, ഓരോ ഇന്ത്യക്കാരനും സമാധാനത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ ഈ യഥാർത്ഥ നായകരാണ് ഓരോ മലയാളി യുവാക്കൾക്കും പ്രചോദനമാകേണ്ടത്. ഇന്ത്യൻ കരസേനയുടെ ചരിത്രത്തിൽ അശോക് ചക്ര ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ക്യാപ്റ്റൻ ഹർഷൻ. ആരാണ് ക്യാപ്റ്റൻ ഹർഷൻ രാധാകൃഷ്ണൻ നായർ എന്നറിയാൻ സുജാത എന്ന അധ്യാപിക കുറിച്ച ഒരു കുറിപ്പിലൂടെ നമുക്കൊന്ന് പോകാം. പഠിച്ചിടത്തെല്ലാം അധ്യാപകരുടെ ഓമന, പരിചയപ്പെട്ടവർക്കെല്ലാം പ്രിയങ്കരൻ. അവൻ മകനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരുണ്ടാകില്ല. അവർക്കെല്ലാം അവൻ മകനുമായി. അത്രയും വിനയവും സ്നേഹവും ഗുരുത്വമുള്ള ഒരു കുട്ടിയെ മുൻപും ശേഷവും ഞാൻ കണ്ടിട്ടില്ല എന്ന് സുജാത ടീച്ചർ കുറിച്ചിരിക്കുന്നു. കുട്ടിക്കാലത്ത് വികൃതിയായിരുന്നു. പക്ഷെ ക്ലാസ്സിൽ ആര് കുഴപ്പം കാണിച്ചാലും ആ കുറ്റമേറ്റ് ശിക്ഷ വാങ്ങാൻ സന്നദ്ധനായി എഴുന്നേറ്റ് നിൽക്കുന്ന ഹർഷനെയാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. എത്ര ചോദിച്ചാലും അവൻ കൂട്ടുകാരെ ഒറ്റിക്കൊടുക്കില്ല. എത്ര കടുത്ത ശിക്ഷയും സഹിക്കും. അന്നേ അവൻ ധീരനായിരുന്നു, നായകനായിരുന്നു. ഹർഷൻ കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സൈനിക് സ്കൂളിലും അവൻ മികവിന്റെ പ്രയാണം തുടർന്നു. സാഹിത്യം, ക്വിസ്, ഡിബേറ്റ്, ഡ്രാമ, അത്ലറ്റിക്സ്, വോളിബോൾ, ബാസ്കറ്റ്ബോൾ ഒരിടത്തും അവൻ രണ്ടാമനായില്ല. അവൻ മത്സരിച്ചത് 1ാം സ്ഥാനത്തിന് വേണ്ടിയായിരുന്നില്ല. മറിച്ച് ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ അവൻ മുന്നിൽ കുതിച്ചു. ബെസ്റ്റ് ഓൾറൗണ്ടറായാണ് അവൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. മിലിറ്ററി അക്കാദമിയിലെ പരിശീലന കാലത്തും പിന്നെ സൈന്യത്തിൽ ക്യാപ്റ്റനായിരിക്കുമ്പോഴും അവധിക്കാലത്ത് അവൻ പഴയ അധ്യാപകരെയും സുഹൃത്തുക്കളെയും എല്ലാം കാണാൻ ഓടിയെത്തുമായിരുന്നു. സൈന്യം, ആയുധങ്ങൾ, യുദ്ധം, ബാലിശമായ എൻ്റെ സംശയങ്ങൾക്ക് അവൻ എത്ര ക്ഷമയോടെയും ലളിതമായും കാര്യങ്ങൾ വിശദീകരിച്ചു തന്നു. അപ്പോൾ ഞാൻ ആ പ്രൈമറി ക്ലാസ്സിലെ കുട്ടിയും അവൻ എൻ്റെ ടീച്ചറുമായി. 6 അടി 4 ഇഞ്ച് ഉയരക്കാരൻ. നിന്നെ കാണാൻ ആകാശത്തേക്ക് നോക്കണമെന്ന് ഞാൻ കളി പറഞ്ഞിട്ടുണ്ട്. അത് സത്യമായി. നക്ഷത്ര ശോഭയോടെ അവൻ ആകാശത്തോളം തന്നെ ഉയർന്നു. അവസാനത്തെ മിലിറ്ററി ഓപ്പറേഷനിലും അവൻ തൻ്റെ നായകത്വം തെളിയിച്ചു. വെടിവെച്ച് മുന്നോട്ട് വന്ന തീവ്രവാദികളെ നേരിടാൻ ടീം അംഗങ്ങളെ ആരെയും വിട്ടുകൊടുക്കാതെ അവൻ തന്നെ മുന്നിലേക്ക് കുതിച്ചു. ഒപ്പം നിൽക്കാൻ ഒരുമ്പെട്ട സഹായിയെ അവൻ പിറകിലേക്ക് തള്ളിയിട്ടു. തുടയിലും കഴുത്തിലും വെടിയുണ്ടകളെ ഏറ്റുവാങ്ങുമ്പോൾ തന്നെ തീവ്രവാദികളെ വെടിവെച്ചിട്ടു. ഗ്രനേഡും പ്രയോഗിച്ച് 3ാമനെ വീഴ്ത്തി. ആ ടീം അവന്റെ ധീരതയുടെ കഥ വിവരിച്ചപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ നെഞ്ചും വിരിച്ചു നിൽക്കാറുള്ള കുഞ്ഞു ഹർഷനെ ഓർത്തു. ഇങ്ങനെ ഒരു സാഹചര്യം നേരിടേണ്ടി വന്നാൽ താൻ തന്നെയാകും ആദ്യ വെടിയുണ്ട ഏറ്റുവാങ്ങുക എന്ന് എപ്പോഴേ അവൻ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ടാകും. ഇതാണ് ഹർഷനെ കുറിച്ച് ഹർഷന്റെ ഒരു ടീച്ചർ, സുജാത എന്ന പേരുള്ള ഹർഷന്റെ ഒരു ടീച്ചർ കുറിച്ച പഴയ ഒരു കുറിപ്പ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇപ്രകാരം ഹർഷൻ രാധാകൃഷ്ണൻ നായരെ ഓർമ്മിച്ചപ്പോൾ ഈ പഴയ കുറിപ്പ് പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്ന് തോന്നി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.